പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതേ പ്രിയ ദൈവമക്കളെ, ദൈവമാണ് നമുക്ക് സകലതും നൽകുന്നത്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നത്. എല്ലാ മഹത്വത്തിനും മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ നമ്മുടെ ദൈവമാണ്. എന്നാൽ ചില സമയങ്ങളിൽ പിശാച് നമ്മുടെ ഉള്ളിൽ കടന്നിട്ട് ചില അഹങ്കാരവും നിഗളവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിശ്ചയമായി അതിൻ്റെ പിന്നാലെ ലജ്ജയും വരുന്നുവെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ദൈവം പറഞ്ഞു, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നാം തന്നെ നമുക്ക് ലജ്ജ വരുത്തുന്നവരായി നാം തീരുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം അതിൻ്റെ 2-ാം വചനം നമുക്ക് വായിക്കാം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ്, ഏത് കാര്യത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ അഹങ്കാരം വരുന്നത്, അതിൻ്റെ പിന്നാലെ അതേ സാഹചര്യത്തിൽ അതേ കാര്യത്തിൽ നാം ലജ്ജിക്കേണ്ട അവസ്ഥയും കടന്നു വരുമെന്നുള്ളത് നാം മറന്നു പോകരുത്. അതിന് ഉദാഹരണമായി ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം പ്രൈസ് ദി ലോർഡ് അതിൻ്റെ 2-ാം വചനത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഇങ്ങനെ പറയുന്നു, സ്തോത്രം, അത്യുന്നതനായ ദൈവം എന്നിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ. അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വവും അവൻ്റെ ആധിപത്യം തലമുറ തലമുറയായും ഉള്ളതുമാകുന്നു എന്നിങ്ങനെ നെബൂഖദ്നേസർ രാജാവ് ഈ 4-ാം അധ്യായത്തിൻ്റെ ആദ്യ 1, 2, 3 വചനങ്ങളിൽ ദൈവത്തെ പുകഴ്ത്തുന്നു, ദൈവത്തിന് സകല മാനമഹത്വവും കൊടുക്കുന്നു. എന്നാൽ അതിൻ്റെ 30-ാം വചനത്തിൽ കടന്നു വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. അതെ, ദൈവത്തെ മഹത്വപ്പെടുത്തി അല്പം ആ അധ്യായം അവസാനിക്കുന്ന തൊട്ട് മുൻപ് തന്നെ താൻ ചിലത് പറഞ്ഞു തുടങ്ങുകയാണ്, എൻ്റെ മാഹാത്മ്യത്താൽ എനിക്ക് വേണ്ടി ഞാൻ ചെയ്തത്. എന്നാൽ അടുത്ത വചനം നാം ശ്രദ്ധിക്കണം. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായതെന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടിത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ കാലം കഴിഞ്ഞ നെബൂഖദ്നേസർ രാജാവ് വീണ്ടും സ്വർഗത്തിലെ ദൈവത്തെ നോക്കി അവൻ വീണ്ടും മടങ്ങി വരുന്നു. അതിൻ്റെ 37-ാം വചനത്തിൽ വായിക്കുന്നു, ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ചു പുകഴ്ത്തി ബഹുമാനിക്കുന്നു. വീണ്ടും അദ്ദേഹം ദൈവത്തെ ബഹുമാനിക്കുന്നു, ദൈവത്തെ മാനിക്കുന്നു. എന്നിട്ട് പറയുന്നു, അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. അതേ, തങ്ങൾ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും ദൈവം പ്രാപ്തനാകുന്നത് പോലെ തന്നെ ആരാണോ ദൈവം മുൻപാകെ നിഗളിച്ച് നടക്കുന്നത് അവരെ താഴ്ത്തുവാനും ദൈവത്തിന് അറിയാം. പ്രിയ ദൈവമക്കളെ, ഈ നാളുകൾ നാം ദൈവസ്ഥാനത്തിൽ താഴ്മയുള്ളവരായിരിക്കുമ്പോൾ നാം ജ്ഞാനമുള്ളവരായി മാറുന്നു. ദൈവം നമ്മെ വീണ്ടും മാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചില മാനങ്ങളെ അന്വേഷിച്ച്, മാന്യതകളെ അന്വേഷിച്ച് നമ്മുടെ ഹൃദയത്തിലും ചില അഹങ്കാരങ്ങളും നിഗളങ്ങളും കടന്നു വരുമ്പോൾ നാം അറിയാതെ നാം തന്നെ നമുക്ക് ലജ്ജ വരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. നാം എവിടെയെല്ലാം അഹങ്കരിക്കുന്നു അവിടെയെല്ലാം നാം ലജ്ജിക്കേണ്ട അവസ്ഥകൾ നമുക്ക് വരും. ആയതിനാൽ ഈ നാളുകളിൽ നെബൂഖദ്നേസർ രാജാവ് മാത്രമല്ല, സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിലും ഹെരോദ് രാജാവിനെ കുറിച്ച് അവിടെ നാം വായിക്കുന്നു. ദൈവദൂതൻ സ്തോത്രം, താൻ ഇങ്ങനെ തന്നെ ജനം പുകഴ്ത്തുന്നത് കണ്ടിട്ട് താൻ ഇങ്ങനെ അഹങ്കരിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ആ രാജാവിനെ അടിച്ചു, കൃമിക്കിരയായി തീർന്നു, മരിച്ചുപോയി എന്ന് നാം വായിക്കുന്നു. പ്രിയ ദൈവമക്കൾ, ഇതൊക്കെ നമ്മുടെ ദൃഷ്ടാന്തത്തിന് വേണ്ടി എഴുതി വച്ചിരിക്കുമ്പോൾ സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ അഹങ്കാരം വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ലജ്ജ വരുന്നു. പ്രിയ ദൈവമക്കളെ, നാം എങ്ങും ലജ്ജിക്കേണ്ടുന്നവരല്ല. ദൈവനാമത്തിന് വേണ്ടി നാം എവിടെയെങ്കിലും ലജ്ജിച്ചാലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അതിലുപരിയായി ഇരട്ടിയായി കർത്താവ് നമ്മെ മാനിക്കും. എന്നാൽ നാം തന്നെ അഹങ്കരിച്ച് ലജ്ജ വരുത്തി കഴിഞ്ഞാൽ പിന്നെ നാം ദൈവത്തെയോ മറ്റാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാളുകൾ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ ശോധന ചെയ്ത് സ്തോത്രം
താഴ്മയുള്ളവരായി നമുക്ക് ദൈവം മുൻപാകെ ജീവിക്കും. കർത്താവ് നമ്മെ നിശ്ചയമായി മാനിക്കും, അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അതിനകത്ത് അഹങ്കാരം വരുമ്പോൾ ലജ്ജ വരുന്നു എന്ന് ഞങ്ങളിന്ന് വായിച്ചുവല്ലോ കർത്താവെ. ഒരിക്കലും കർത്താവെ ആത്മീയ ശുശ്രൂഷയിലോ ആത്മീയ കാര്യങ്ങളിലോ കർത്താവെ ആരോഗ്യത്തിലോ നന്മകളിലോ കർത്താവ് സമ്പത്തിലോ മക്കളിലോ കുടുംബത്തിലോ കർത്താവ് വിദ്യാഭ്യാസത്തിലോ യാതൊന്നിലും അഹങ്കരിക്കാതെ ദൈവം നൽകിയ സന്തോഷങ്ങളെ കർത്താവെ സ്തോത്രം അനുഭവിച്ച് ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി ദൈവത്തിന് പ്രസാദമാകുമെന്ന് ജീവിപ്പാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ലജ്ജിച്ചു പോകാതെ വണ്ണം ജയത്തോടെ അങ്ങ് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സഗുണമായ അങ്ങയുടെ കരങ്ങൾ താഴ്ത്തുന്നു. തക്ക സമയത്ത് അങ്ങ് ഞങ്ങളെ ഉയർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുന്നവ എല്ലാ വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം, മാനിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.